ഹലോ, അസ്സാം വലൈക്കും. വേറെ പ്രത്യേകിച്ച് ഒരു ഇൻട്രോയും ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു വീഡിയോ ചിലപ്പോൾ കണ്ടു കഴിയുമ്പം എനിക്ക് എത്രത്തോളം നെഗറ്റീവ് കമൻസ് വരുമെന്നും എനിക്കറിയില്ല. സ്വർഗം പോലെ ഉണ്ടായിരുന്ന ഒരു നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ചൂരൽമല, മുണ്ടക്കൈ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. വയനാട്ടിൽ വലിയൊരു ഉരുൾപൊട്ടലൊക്കെ നടന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരുപാട് ആളുകൾ അനാഥരായിപ്പോയി. ആരുമില്ലാത്തവരും ഒന്നുമില്ലാത്തവരും ആയിപ്പോയി. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഉരുൾപൊട്ടൽ എത്ര ആഴത്തിലാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന്. തിങ്കളാഴ്ച രാത്രി നമ്മളെല്ലാവരെയും പോലെ തന്നെ അവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് ഉറങ്ങാൻ കിടന്നവരായിരിക്കും. നാളത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് കിടന്ന ആൾക്കാരായിരിക്കും. പക്ഷേ പിറ്റേന്നൊരു പ്രഭാതം കാണാൻ അവരാരും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ ആളുകളല്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം 400-ന് മുകളിലാണ് അവിടുത്തെ മരണസംഖ്യ. പിന്നെ ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട് വീടും സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ അവസ്ഥ വളരെ ദുഃഖകരമാണ്. അവരൊക്കെ ആരോഗ്യപരമായിട്ട് ഇനി ഒരുപാട് മുമ്പോട്ട് വരേണ്ടിയിരിക്കുന്നു. പിന്നെ ഏറ്റവും അധികം വേണ്ടത് ഒരു മാനസിക ബലമാണ്. അവർക്കൊക്കെ ഇതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനൊക്കെ ഉള്ളൊരു ശക്തി അവരെ മനസ്സിന് പടച്ചവൻ കൊടുക്കട്ടെ എന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അവരെ നമുക്കൊന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാനുമില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണല്ലേ. ആ നാടിൻ്റെ സ്കൂളായിരുന്നു വെള്ളാർമല സ്കൂൾ. അങ്ങനെ ഒരു സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒന്നോ രണ്ടോ ബിൽഡിങ്ങുകൾ മാത്രമാണ് അവിടെ തെളിവായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഈ ഒരു ഉരുൾപൊട്ടൽ തുടച്ച് നീക്കി കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പഠിച്ച ഒരുപാട് കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊന്നും ആ ഒരു സ്കൂളിൻ്റെ മുറ്റത്തുനിന്ന് ഒരു അന്ത്യയാത്ര പോലും നൽകാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ദുഃഖകരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനേക്കാൾ എത്രയോ അപ്പുറമാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ അവിടെ രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റുകാർ, ഒരുപാട് ഡ്രൈവേഴ്സ്, ഓരോ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാർ, പിന്നെ പഞ്ചായത്തിലുള്ള ആൾക്കാർ, മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ, അങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ തീരില്ല. കാരണം അവരെല്ലാവരും ഒരേപോലെ ഒരുമയോട് കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് മണ്ണിനടിയിലൊക്കെ ഉള്ള ഒരുപാട് ആളുകളെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റിയത്. ദുരന്തം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലൊക്കെ ഒരുപാട് ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ പുഴയും പാലൊക്കെ ഒലിച്ചുപോയി. പിന്നെ ഇന്ത്യൻ ആർമി വന്നിട്ട് അവിടെ ബെയിലി പാലൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് റെസ്ക്യൂ ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഫിനാൻഷ്യലി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ഫിലിം സ്റ്റാർസ് ഉണ്ട്, പ്രവാസികളായിട്ടുള്ളവരുണ്ട്, നമ്മളെ നാട്ടുകാരുണ്ട്, നമ്മളിൽ കുഞ്ഞു കുട്ടികൾ വരെ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പൈസയൊക്കെ എടുത്തിട്ട് സ്കൂളുകളിലൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒത്തൊരുമയോട് കൂടി കരുതലോട് കൂടിയിട്ടുള്ളൊരു മുമ്പോട്ട് പോക്കാണ് നമ്മൾ ഈ ഒരു വലിയ ദുരന്തത്തിൽ കാണുന്നത്. ഒരു ഭാഗത്ത് ഒരുപാട് വിഷമിക്കാണ്ടെങ്കിലും മറുഭാഗത്ത് ആളുകളിൽ ഇതേപോലെയുള്ള ഒരുമയുള്ള ഒരു മുമ്പോട്ട് പോക്ക് കാണുമ്പം മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇന്നും മനസ്സിൽ നന്മയുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞു കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നു. അവരെ ഏറ്റെടുക്കാമെന്ന് പറയുന്നു. പ്രായമായ മാതാപിതാക്കളെ ഏറ്റെടുക്കാമെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു വലിയ മനസ്സ് തന്നെയാണ്. വലിയ മനസ്സിന് ഉടമകൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർ. എന്തിൻ്റെ പേരിലായിരുന്നു അവരങ്ങനെ പറയുന്നുണ്ടല്ലോ. വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവിടെ നടന്ന ദുരന്തത്തിൻ്റെ ഒരു ആഴം. നമ്മളിതെല്ലാം അതിജീവിക്കും. ഈ ഒരു സമയം കടന്നു പോകുന്നൊക്കെ നമുക്ക് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു സമാധാനത്തോടു കൂടി മുമ്പോട്ട് പോവാം. അതേപോലെ അവർക്ക് മാനസികമായിട്ടുള്ള ശക്തിയും ബലവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പഠിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വയനാട് ജില്ലക്ക് വേണ്ടിയിട്ട്, വയനാട്ടിലുള്ള കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ വീഡിയോ കാണാൻ എൻ്റെ കൂട്ടുകാരിത് കാണണം തോന്നി. അതുകൊണ്ട് മാത്രമാണ്. വേറെ നെഗറ്റീവായിട്ട് ആരും ഒന്നും ചിന്തിക്കണ്ട. ഞാൻ അത്രയ്ക്ക് വലിയ യൂട്യൂബർ ഒന്നും അല്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഈ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം.